യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നട്ട്സൊക്കെ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തു. അപ്പോൾ ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ തന്നെ കേക്ക് തയ്യാറാക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ള ബട്ടറാണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ എങ്കിലും ബട്ടർ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വയ്ക്കുക. ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത്. എന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്തിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടറും ഓയിലും കൂടെ ചേരുമ്പോൾ നല്ല സ്മൂത്താവും നമ്മുടെ കേക്ക്. പിന്നെ വേണമെങ്കിൽ ബട്ടർ മാത്രം ചേർത്തിട്ട് ഈ കേക്ക് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഓയിൽ മാത്രമാണെങ്കിൽ ഓയിൽ മാത്രം ചേർക്കുക. ഓയിലാണെങ്കിൽ 1/2 കപ്പ് ചേർക്കുക, ബട്ടർ ആണെങ്കിലും 1/2 കപ്പ് ചേർക്കുക. ഈ രീതിയിലും നമുക്ക് ചെയ്യാം. ഇനി നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് 1 മിനിറ്റ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബട്ടർ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ടേസ്റ്റും നല്ലതായിട്ട് കൂടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുട്ടയാട്ടോ. മുട്ടയും നിങ്ങൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഓരോന്ന് ചേർക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് ഈ ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കരുത്. ഒരു മുട്ട ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത മുട്ട ചേർക്കാം. അപ്പം മൊത്തം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3 മുട്ടയാണ്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുട്ട, ബട്ടർ, അതുപോലെ എന്താ പറയുക, ഇതൊക്കെ നേരത്തെ എടുത്ത് പുറത്തെടുത്ത് വെക്കുക. 1 മണിക്കൂർ മുന്നേ എങ്കിലും ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ പുറത്ത് വയ്ക്കുക. 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കുമ്പോൾ ആ റൂം ടെമ്പറേച്ചറിലോട്ടാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു. ഇനിയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അതായത് വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് 1 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ മണം ഒട്ടും തന്നെ കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ മണം കേക്കിന് വരുന്നത് വാനില എസൻസ് ചേർത്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. 1 മിനിറ്റെങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ മണം ഒട്ടും വരത്തില്ല. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. എന്നാൽ മാത്രമേ കേക്ക് ഒന്ന് സ്മൂത്ത് ആവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ, ഉപ്പ് എല്ലാം മൈദയായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് ആവണം. അതുകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ബദാം, കാഷ്നട്ട്, പിന്നെ കുറച്ച് ചെറി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. റൈസിൻസും ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരിച്ച് വെച്ച മൈദയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മൈദയായിട്ട് ഇത് മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് റെഡിയാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഈ കേക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ട് താന്നു പോകും. അങ്ങനെ താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ എങ്കിലും ഈ മൈദയുടെ മിക്സ് നമുക്ക് അതിലിട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ഇടാം. മൈദയുടെ ആ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് പാടില്ല. ജസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തോളാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ബീറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടി നമുക്ക് ഈ കേക്കിന് കിട്ടും. ഇനി നമുക്കിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റിങ് പാടില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. മതി ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി. കണ്ടോ,
അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയും ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. കേക്കിൻ്റെ മുകൾ ഭാഗം വിണ്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓവർ ബീറ്റിംഗ് പാടില്ല എന്ന് പറയുന്നത്. അതുമാത്രമല്ല ചില സമയത്ത് കേക്ക് അങ്ങ് ഹാർഡായി പോവുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും കാണിക്കുമ്പോൾ എല്ലാവർക്കും ബോറായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെയാണെന്ന് കാണിക്കാത്തത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കേക്ക് ബേക്ക് ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എയർ ബബിൾസ് വരും, കുമിള പോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വയ്ക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഇഡലി കുട്ടകം വെച്ച് കൊടുക്കാം. ഇഡലി കുട്ടകം അല്ലെങ്കിൽ പ്രഷർ കുക്കർ വെച്ച് കൊടുത്താലും മതിയാവും. ഇതിലേതിലും വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. 5 മിനിറ്റ് വേണ്ടി വരത്തില്ല കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ 1 മിനിറ്റ് മതിയാവും. നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഞാൻ കുറച്ച് ചെറി ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്യാൻ വെക്കണം. ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ തീ വളരെ കുറച്ചിട്ടേക്കാണ്. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഓവൻ ഇല്ലാതെ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓവനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ആദ്യം ഒരു 30 മിനിറ്റ് വെക്കാം. എന്നതിന് ശേഷം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടി വെച്ചാൽ മതി. അപ്പം എന്തേ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. കേക്ക് കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് ഞാനിത് പുറത്തെടുക്കുന്നത് കേട്ടോ. ചൂടോടുകൂടി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കേക്ക് ഇതിനുള്ളിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുക. അതുകൊണ്ട് ചൂട് കംപ്ലീറ്റ് ആറിയതിന് ശേഷം മാത്രം കേക്ക് പുറത്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ കേക്ക് പരീക്ഷിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജായ സുമീസ് ടേസ്റ്റി കിച്ചൻ പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ സുമീസ് ടേസ്റ്റി കിച്ചൻ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേജിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.